ഇപ്പോൾ സ്ഥലം MLA വാഴൂർ സോമൻ നമുക്കിപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. സാർ നോക്കൂ, ജനങ്ങൾ അവിടെ രാത്രിയിൽ പ്രതിഷേധിക്കുകയാണ്. അവർക്കിടയിൽ ഒരാളുടെ കൂടി ജീവൻ നഷ്ടമായിരിക്കുകയാണ്. അങ്ങ് ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടോ? എങ്ങനെ ഇവരുടെ പ്രതിഷേധം അനുനയിപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്? ഫെൻസിംഗ് പോലും അവിടെ ഇല്ല. സംഭവം ഏതാണ്ട് 5:30 മണിയോട് കൂടിയാണ് ഉണ്ടായത്. TR&D എസ്റ്റേറ്റിന്റെ കൊമ്പൻപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് കുളിക്കാനായിട്ട് ഓലിയിൽ പോയ സ്ഥലത്താണ് ഈ ആന അവരെ ചവിട്ടിക്കൊന്നത്. സോഫിയ 45 വയസ്സ് ഇസ്മയിലിന്റെ ഭാര്യയാണ്. നെല്ലിവിള പുത്തൻപീട്ടിലെ ആണ് അവർ താമസം. 2 കുട്ടികളാണ്. അതിൽ മൂത്ത കുട്ടി 21 വയസ്സ്, പള്ളിക്കത്തോട് IT-യിൽ പഠിക്കുന്നു. സംസാര ശേഷിയില്ലാത്ത കുട്ടിയാണ്. രണ്ടാമത്തെ പയ്യൻ 17 വയസ്സ്, കോരത്തോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു. വളരെ ദാരുണമായ സംഭവമാണിത്. ഇവിടെ ഇതിനു മുൻപും കാട്ടാനയുടെ ആക്രമണം വളരെ രൂക്ഷമായിട്ടുള്ള ഒരു എസ്റ്റേറ്റാണ്. അവിടുത്തെ തൊഴിലാളികൾക്ക് മാസങ്ങളോളം ഇതുമൂലം ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം പരാതിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇവിടെ ഇത് ഇടുക്കി ജില്ലയിൽപ്പെട്ട സ്ഥലമാണ്. ഇടുക്കി ജില്ലയിൽ പീരുമേട്ടിൽ റേഞ്ച് ഓഫീസ് ഇല്ല. പീരുമേട്ടിലെ റേഞ്ച് ഓഫീസും കോട്ടയം ജില്ലയിൽ എരുമേലിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. DFO ഓഫീസും ഇടുക്കിയിലില്ല, അത് കോട്ടയത്താണ്. ഈ കാര്യം ഞാൻ സഭയിൽ നേരത്തെയും ഉന്നയിച്ചിട്ടുള്ളതാണ്. ഈ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ ഉന്നതരായ DFOയും മറ്റു ഉദ്യോഗസ്ഥന്മാരും ഒക്കെ തയ്യാറാകാറില്ല. അതിന്റെ പരിണിത ഫലം കൂടിയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. റേഞ്ച് ഓഫീസ് ഇല്ലെന്നുള്ളത് മാത്രമല്ല സാർ, അവിടെ ഫെൻസിങ്ങോ സാധാരണഗതിയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? അത് പേരിന് പോലും അവിടെ ഇല്ല. എന്താണ് ഫെൻസിങ്ങോ അത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ടല്ലോ ഈ കാട്ടാന? അതായത് ഫെൻസിങ് പണി ആരംഭിക്കുന്ന കൃഷി വകുപ്പ് അതിനുവേണ്ടി ഫണ്ട് അനുവദിച്ചു കൊടുത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ആ പണി ചെയ്യുന്നത്. എന്നാൽ ഈ ഭാഗത്ത് ആ ഫെൻസിങ് ഇതുവരെ എത്തിയിട്ടില്ല. മുറിഞ്ഞുപുഴ പുറക്കയം ഭാഗത്താണ് ഇപ്പോൾ ഫെൻസിങ് ജോലികൾ നടക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് 21 കാട്ടാനകൾ ഒരുമിച്ച് അവിടുത്തെ സ്കൂളിൽ മാട്ടുപ്പെട്ടി സ്കൂളിനടുത്ത് എത്തുകയുണ്ടായി. ഇക്കാര്യം കോട്ടയം DFOയോട് പറഞ്ഞിട്ടുള്ളതാണ്. അവര് നാട്ടുകാരുടെ ശല്യം മൂക്കുമ്പം വന്ന് 2 പടക്കവും പൊട്ടിച്ച് അല്ലെങ്കിൽ 3-4 വാച്ചർമാർ വന്ന് ആനയെ തുരത്തി വിട്ടിട്ട് പോകും. തിരിച്ച് വീണ്ടും കാട്ടാനയും പുലിയും കാട്ടുപോത്തും എല്ലാം നിർബാധം ഈ തോട്ടങ്ങളിലൂടെ കറങ്ങി നടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വളരെ ശക്തമായ സംസാരിക്കുമ്പോൾ ഇവരുടെയൊക്കെ ജീവനൊക്കെ ആരാണ് സംരക്ഷണം ഒരുക്കേണ്ടത്? ഇവർക്ക് പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ഇത് യാതൊരു സംശയവും വേണ്ടില്ല. ഇത് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരാണ് ശക്തമായ നിലപാട് കൈക്കൊള്ളേണ്ടത്. വളരെ ഗൗരവമായ വിഷയമാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, സംസ്ഥാന സർക്കാരിന് അവിടെ ഒന്നും ചെയ്യാനില്ലേ? ഇവിടെ തീർച്ചയായിട്ടും വളരെ ഗൗരവമായ വിഷയമാണ്. ഇക്കാര്യത്തിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയുമോ അതെല്ലാം അടിയന്തരമായി സ്വീകരിക്കണം എന്നുള്ള കാര്യം ഞാൻ കേരള നിയമസഭയിൽ തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ അവിടെ പ്രതിഷേധം അവസാനിപ്പിക്കാൻ അങ്ങനെ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? അവിടെ എത്തിയ ഉദ്യോഗസ്ഥരായിട്ട് സംസാരിച്ചു? ഞാൻ അവിടെ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചു. അവിടെ 3 ആന നിൽക്കുന്നതുകൊണ്ടാണ് അവിടെ ബോഡി അവിടെ നിർത്തി മാറ്റാൻ പറ്റാതെ വന്നത്. 2 ഇടുക്കി സബ് കളക്ടർ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്, തഹസിൽദാർ പോയിട്ടുണ്ട്, വില്ലേജ് ഓഫീസറും പോയിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരത്താണ്. ആന നിൽക്കുന്നതുകൊണ്ടല്ല സാർ, അവര് പറയുന്നത് അവരുടെ ആവശ്യങ്ങളുണ്ട്, ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ, ആനയെ തുരത്തണം എന്നുള്ള ആവശ്യം. ആ ആവശ്യങ്ങൾ അംഗീകരിച്ച് ഉറപ്പ് നൽകിയാൽ മാത്രമേ മൃതദേഹം അവിടെ നിന്ന് എടുത്തു മാറ്റാൻ അനുവദിക്കൂ എന്നാണ് പറയുന്നത്. അല്ല, അത് അതിൻ്റെ അകത്ത് തെറ്റില്ല. അത് സബ് കളക്ടറും കോട്ടയം DFO അവിടെ വരണം. കോട്ടയം DFO എന്ന് പറയുന്നത് വളരെ നിരുത്തരവാദപരമായി പെരുമാറുന്ന ഒരു DFOയാണ്. അയാള് ഒരിക്കലും സത്യം പറയാത്ത ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ആളുകളുടെ പ്രതിഷേധത്തിൻ്റെ അകത്ത് ഒരു തെറ്റും പറയാൻ കഴിയില്ല. അയാൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യില്ല. നേരത്തെ ഇതേപോലെ വിഷയം ഉണ്ടായി. നമ്മുടെ സ്പ്രിംഗ് വാലിയിൽ ഒരു രാജീവിനെ കാട്ടുപോത്ത് വെട്ടി വീഴ്ത്തി. അവിടെ ജനങ്ങളെല്ലാം ഒത്തുകൂടി ഇവരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെയും സർക്കിൾ ഇൻസ്പെക്ടറെയും തഹസിൽദാരെയും എല്ലാം പിടിച്ചു വെച്ചു. ഞാൻ ആ സ്പോട്ടിൽ ചെന്നു. സ്പോട്ടിൽ ചെന്നതിന് ശേഷം അവരുമായി ചർച്ച നടത്തിയിട്ട് അതിന്റെ മുഴുവൻ ചികിത്സാ ചെലവും കൊടുത്തുകൊള്ളാമെന്ന് സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെല്ലാം വിട്ടയച്ചത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, 1 ലക്ഷം രൂപ കൊടുത്തു ഒഴിച്ചാൽ ബാക്കി പണം കൊടുക്കുവാൻ അവർ തയ്യാറായിട്ടില്ല. 7 ലക്ഷം രൂപ അവർക്ക് ചികിത്സാ ചെലവായി. ഇത്രയും പറഞ്ഞാൽ വാക്ക് പാലിക്കാത്ത ഒരു DFOയാണ് ഇതിന്റെ ചുമതലക്കാരനെ. ശരി, പീരുമേട് MLA വാഴൂർ സോമൻ, അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്.